ഇന്ന് 2:30 കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെയും ഭാവി നിർണയിക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞയാഴ്ച കർണാടക ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ നൽകിയിരുന്ന മാസപ്പടി വിവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേ ഹർജി കർണാടക ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തുകയും ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് ഈ വാദം കൃത്യമായി കേൾക്കുകയും ചെയ്തു. 1.5 മണിക്കൂർ നേരത്തെ വാദപ്രതിവാദത്തിന് ശേഷം വിധി പറയുവാൻ വേണ്ടി ഇന്ന് കോടതി ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ന് 2:30 ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഈ കേസിൽ വിധി പറയുക എന്നുള്ളതാണ് ഇതുവരെയും ലഭ്യമായ വിവരങ്ങൾ. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ അനധികൃതമായി മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം. ഇതിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ROCയുടെ അന്വേഷണം വീണ വിജയനും എക്സാലോജിക്കും നേരിടുന്നതിനിടയിൽ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത്. ഒരു കേസിൽ 2 അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം സമാന്തരമായി നടക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല. അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജിയുമായി പോയത്. വീണ വിജയന്റെ വാദവും ഇത് തന്നെയായിരുന്നു. ഒരേ സമയത്ത് ഒരു കേസിൽ 2 അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നതിലെ ഒരു നിയമരാഹിത്യമുണ്ട്. ROC അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അന്വേഷണമായി പൂർണ്ണമായും എക്സാലോജിക്കും വീണ വിജയനും സഹകരിക്കുകയുണ്ടായി. അവർ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം നൽകുകയുണ്ടായി എന്നാണ് വീണ വിജയന്റെ ഭാഗത്തു നിന്നും വാദമുണ്ടായത്. എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ROCയെ സംബന്ധിച്ചിടത്തോളം ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ വീണ വിജയൻ കൃത്യമായ ഉത്തരം നൽകിയില്ല എന്നാണ് പറയുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരങ്ങൾ നൽകാതെ വരിക, അവർക്ക് മതിയായ രേഖകൾ എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും സമർപ്പിക്കാതെ വരിക എന്നുള്ള കാര്യങ്ങളെ തുടർന്ന് തന്നെയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ അന്വേഷിക്കുന്നത് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. അതുകൊണ്ട് ഇതിൽ സ്വാഭാവികമായ നീതി നിഷേധങ്ങളൊന്നും വീണ വിജയൻ ഉണ്ടായിട്ടില്ല. ഈ കേസിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് യാതൊരു തരത്തിലുള്ള അപ്രസക്തിയും ഇല്ല എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വാദിച്ചത്. 1.5 മണിക്കൂർ നേരത്തെ കൃത്യമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് നാഗപ്രസന്ന ഈ കേസ് ഇന്നേക്ക് വിധി പറയുവാൻ വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഈ കേസിൽ ഇന്ന് വിധി വരുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും നിർണായകമായ ദിനം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി നടത്തിയ അനധികൃത ഇടപാടുകളെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയ സേവന വേതന വ്യവസ്ഥ പ്രകാരമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇതിന് കൃത്യമായി GST അടച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ 2 വരി എഴുതി വായിച്ചത്. എന്നാൽ ഈ വിഷയത്തിനെതിരെ, അതായത് വീണ വിജയന്റെ മാസപ്പടി വിവാദത്തിനെതിരെ ശക്തിയുക്തമായി രംഗത്തെത്തിയ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ ഇതിൽ നിശിതമായ വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണ വിജയനും എതിരെ നടത്തിയത്. ഏതൊക്കെ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് നിയമസഭയ്ക്ക് അകത്തോ നിയമസഭയ്ക്ക് പുറത്തോ ഇന്ന് വരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളോ വ്യക്തമാക്കലുകളോ ഉണ്ടായിട്ടില്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് CMRL നിന്നും 1,72,00,000 രൂപ കൈപ്പറ്റി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന് CMRL നിന്നും, അതായത് ഈ 1,72,00,000 രൂപയ്ക്ക് CMRL നികുതിയും അടച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വീണ വിജയന്റെ കമ്പനിക്ക് 1,72,00,000 രൂപ CMRL നിന്ന് കിട്ടിയിട്ടുണ്ട്, അതിന് GST അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ GST ആരാണ് അടച്ചത്? വീണ വിജയനാണോ അതോ CMRL ആണോ അടച്ചത് എന്നുള്ള കാര്യത്തിനൊന്നും ഒരു തരത്തിലുള്ള വിശദീകരണവും മുഖ്യമന്ത്രി നൽകിയില്ല. എന്നാൽ CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസുകൾ 2 ദിവസം തുടർച്ചയായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് റൈഡ് ചെയ്ത് അവിടെ നിന്ന് വിശദമായ ചില രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത്. നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് കടത്തിക്കൊണ്ടുപോയത്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതന്മാർക്കെല്ലാം CMRL നിന്ന് കോഴ കൊടുത്തതിന്റെ, അതായത് കൈക്കൂലി പണം കൊടുത്തതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് സർക്കാരിന് പങ്കാളിത്തമുള്ള, സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് പങ്കാളിത്തമുള്ള KSIDCയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണത്തിനെത്തുന്നത്. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർ അടക്കമാണ് KSIDCയിൽ നിന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടുപോയത്. ഇതിനെതിരെയും KSIDC ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് 26-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. KSIDCയിൽ നടന്ന അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മാത്രമാണ് KSIDCയിൽ നടന്നത്. CMRL 13% ഓഹരിയുള്ള KSIDCക്ക് CMRLന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ 4 അംഗങ്ങളാണ് ഉള്ളത്. ഈ 4 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് ബോർഡിൽ ഒരു തീരുമാനമെടുക്കാതെ CMRL യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ചെയ്യില്ല. അതായത് സർക്കാരിന്റെ പ്രതിനിധികൾ അടങ്ങുന്ന CMRLൽ നിന്നും വീണാ വിജയനും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള കേരളത്തിൽ ആർക്കൊക്കെ അവർ പണം കൊടുത്തിട്ടുണ്ടോ ഈ പണത്തിന്റെ വിശദമായ രേഖകളെല്ലാം ഈ 4 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് സർക്കാർ പ്രതിനിധികൾ അറിയുന്ന ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് CMRLൽ ഇത്തരം അഴിമതി നടന്നിരിക്കുന്നത്. വീണാ വിജയൻ 1,72,00,000 രൂപ വാങ്ങിയിരിക്കുന്നത്. കൂടാതെ CMRLൽ കരിമണൽ ഖനനത്തിന് വേണ്ടി മുഖ്യമന്ത്രി വഴിവിട്ട രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുകൂടി മാത്യു കുഴൽനാടൻ ഉന്നയിക്കും. ഇതിനൊന്നും മുഖ്യമന്ത്രി ആരോപണത്തിന് ഇത്തരം ആരോപണങ്ങൾക്കൊന്നും തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ വീണാ വിജയൻ ROCയുടെ അന്വേഷണം തന്റെ മേൽ നടക്കുന്നതിനിടയിൽ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് സ്റ്റേ ചെയ്യിക്കാൻ കർണാടക ഹൈക്കോടതിയിൽ പോയി. കർണാടക ഹൈക്കോടതിയിൽ പോകാൻ കാരണം വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ്. അതുകൊണ്ടാണ് അവർ കർണാടകയിൽ പോയത് എന്നാണ് വിശദീകരണം. എന്നാൽ KSIDCയിൽ നടന്നത് ഒറ്റ അന്വേഷണം മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അതിനൊരു സ്റ്റേ ഹർജിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത്. അതായത് ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന KSIDCയിൽ നടത്തുന്ന അന്വേഷണം, CMRL നടത്തുന്ന അന്വേഷണം, എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും നീളുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണമെല്ലാം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും കുരുക്കിലാക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് KSIDCയെ കൊണ്ടും വീണാ വിജയനെ കൊണ്ടും 2 ഹൈക്കോടതികളിലായി ഇതുപോലെ സ്റ്റേ ഹർജി കൊടുപ്പിക്കുവാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പെടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോരോ തൊടു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണത്തെ എതിർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തടയുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും തീർച്ചയായും നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് തൽസ്ഥാനത്ത് തുടരാൻ പോലും സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത്. അതായത് വീണാ വിജയന് ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സ്ഥാപിച്ചെടുക്കാനായാൽ അവരെ അറസ്റ്റ് ചെയ്യുവാൻ വരെയുള്ള അധികാരം SFIUക്കുണ്ട്. മകൾ ഇക്കാര്യത്തിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും CMRLൽ നടന്ന ഇടപാടുകൾക്ക് സർക്കാർ പ്രതിനിധികൾ അവരുടെ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ സർക്കാർ കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും, രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്ന വിധി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇന്ന് നിർണായകം തന്നെ ആയിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിധി അനുകൂലമല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പരിങ്ങലിൽ തന്നെയാണ് എന്നുള്ളതാണ് സൂചന. കാരണം ഇതുവരെ കർണാടക ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്ന വാദങ്ങളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനോട് കർണാടക ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള, അതായത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അഭിഭാഷകൻ നൽകിയ ഉത്തരം തൽക്കാലം നോട്ടീസാണ് നൽകുന്നത്. ആ വാക്കുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്, ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. തൽക്കാലം നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇനി ആവശ്യമായ ഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന മറുപടി തന്നെയാണ് തൽക്കാലം നോട്ടീസ് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വിധി വീണാ വിജയന് പ്രതികൂലമായി വരികയാണെങ്കിൽ തീർച്ചയായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനെ നിശിതമായ രീതിയിൽ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളോ വിശ്വസനീയമല്ല, സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ അറസ്റ്റിലേക്ക് നീങ്ങപ്പെടും, അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് തുടരാനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മകളും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ഈ കേസിൽ CPMനും വളരെയേറെ നാണക്കേടുണ്ടാക്കി വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്നുള്ളത് കൂടി പുറത്തു വരുന്നു. ബംഗളൂരു ആസ്ഥാനമായി വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ മേൽവിലാസമായി കൊടുത്തിരുന്നത് തിരുവനന്തപുരത്തെ AKG സെന്റർ തന്നെയാണ്. വീണ തായ്ക്കണ്ടി കെയർ ഓഫ് AKG സെന്റർ പാളയം തിരുവനന്തപുരം എന്ന വിലാസമാണ് അവർ ബംഗളൂരു ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരുന്ന വിലാസം. അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് AKG സെന്ററിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണത്തിന് വരും. ഇത് AKG സെന്ററിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ്.
ഒരു നേതാവിന്റെ മകൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ നാണക്കേടിന് കേരളത്തിലെ പാർട്ടി ഒന്നടങ്കം മറുപടി പറയേണ്ട നാണക്കേടിലേക്കും ഗതികേടിലേക്കും ഇക്കാര്യം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് CPM-നുള്ളിൽ തന്നെ ഇത്തരം വർത്തമാനങ്ങൾ പുകയുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും വീണ വിജയനും എതിരെ തന്നെ ഒരു സംഘടിത ശക്തി CPM-നകത്ത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം അവിടെ പുകയുന്നു എന്നുള്ളത് കൂടി അറിയപ്പെടുന്നു. എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി വീണ വിജയനെതിരെയാണെങ്കിൽ CPM-ന്റെ സമ്മർദ്ദം പിണറായി വിജയന് മേൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കുവാൻ CPM-നകത്ത് നിന്ന് തന്നെ സമ്മർദ്ദമുണ്ടാകും. ഏതാണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ, കാര്യങ്ങൾ CPM-ൽ പുരോഗമിക്കുന്നതായി തന്നെയാണ് അറിയുന്നത്. മുമ്പൊക്കെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വീണ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരുന്ന CPM-ലെ മുതിർന്ന നേതാക്കളായ AK ബാലൻ, തോമസ് ഐസക്, MA ബേബി മുതലായവരാരും തന്നെ ഇപ്പോൾ പിണറായി വിജയനെയോ മകളെയോ സംരക്ഷിക്കുന്ന തരത്തിൽ യാതൊരു അക്ഷരവും പിണ്ണുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അതായത് ന്യായീകരണ തൊഴിലാളികൾ ആരും തന്നെ, അല്ലെങ്കിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ വീണ വിജയനെയോ മുഖ്യമന്ത്രിയെയോ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നില്ല എന്ന് തന്നെയുള്ളത് ഒരു ശുഭസൂചനയല്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതായത് വീണ വിജയന്റെ ഇത്തരം നടപടിക്രമങ്ങൾ AKG സെന്ററിനും കേരള CPM-നും തീരാത്ത കളങ്കമുണ്ടാക്കിയിരിക്കുന്നതിനാൽ ഇവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നതിന് ഒട്ടും അർഹനല്ല എന്ന തരത്തിലേക്ക് തന്നെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾ CPM-ൽ പടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ ഈ വിധി വീണ വിജയൻ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിർത്തിവച്ചിരിക്കുന്ന അന്വേഷണം പുനരാരംഭിക്കുകയും അത് ക്ലിഫ് ഹൗസിലേക്കും അഥവാ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയിലേക്കുമെല്ലാം നീളും എന്ന് തന്നെയാണ് അറിയുന്നത്. കേരളത്തിൽ ഏതെല്ലാം തലകൾ ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തുടർന്ന് ഉരുളും എന്നുള്ളത് അറിയാൻ കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഇന്നത്തെ ദിവസം നിർണായകം തന്നെയാണ്. മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.